السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله مولانا العظيم. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, മഹാന്മാരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ, അബൂദാബിയിലെ ഈ ഹൃദയഭാഗത്ത് സമസ്തയുടെ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം രാവിലെ മുതലേ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയുടെ രണ്ടാമത്തെ സെഷനിൽ സമസ്തയുടെ പ്രമേയമാണ് ചർച്ച ചെയ്തു വരുന്നത്. 90-ാം വാർഷികത്തിൻ്റെ പ്രമേയം ആദർശവിശുദ്ധിയുടെ 90 വർഷം പിന്നിട്ട സമസ്ത എന്ന മഹിതമായ സമസ്തയുടെ 90-ാം വാർഷിക സമ്മേളനത്തിന് ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയം പരിപാവനമായ പരിശുദ്ധ ഇസ്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവറുകളുടെ പ്രിയപ്പെട്ട അനുചരന്മാരാൽ, പ്രിയപ്പെട്ട സ്വഹാബികളാൽ, ശിഷ്യന്മാരാൽ നമ്മുടെ കേരളത്തിൽ പ്രബോധനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിലെ ഒരനുമാനം, ഒരഭിപ്രായം. പ്രബലമെന്ന് നാം വിശ്വസിക്കുന്ന ആ അഭിപ്രായ പ്രകാരം നമ്മുടെ കേരളക്കരയിൽ ആ സ്വഹാബത്ത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച പരിശുദ്ധ ദീൻ അവരുടെ വ്യക്തിവിശുദ്ധി കൊണ്ടും അവർ കൊണ്ടുവന്ന ആദർശത്തിൻ്റെ മനോഹാരിത കണ്ടും കേരളക്കരയിലുള്ള മറ്റു മതസ്ഥരായ ആളുകൾ പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് പിന്തുണ നൽകുകയും ഒരുപാട് ആളുകൾ ദൈനംദിനം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും 10ഓളം പള്ളികൾ ആ കാലഘട്ടത്തിൽ തന്നെ, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിർമ്മിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്തു എന്നത് ചരിത്രത്തിലെ ഒരു അഭിപ്രായമാണ്, പ്രബലമായ വീക്ഷണമാണത്. ചരിത്രമാകുമ്പോൾ സ്വാഭാവികമാണ് അഭിപ്രായ വ്യത്യാസം. പല രേഖകളും അത് സത്യമാണെന്ന് വിളിച്ചറിയിക്കുന്നുണ്ട്. ആ പരിശുദ്ധ ഇസ്ലാം കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ പിന്നീട് ആദർശ രംഗത്തൊരു അഭിപ്രായ വ്യത്യാസം, ഒരപശബ്ദം, ലോകം മുഴുവനും വിറകൊള്ളിച്ച വൻ ശക്തികളായ മുഅ്തസിലത്തിനെ പോലുള്ള ആളുകൾ പല രംഗത്തും ഇസ്ലാമിക ലോകങ്ങളിൽ സജീവ പ്രവർത്തനങ്ങളും സാന്നിധ്യങ്ങളും ഉറപ്പിച്ചുവെങ്കിലും നമ്മുടെ കേരളക്കരയിൽ അവർക്കൊന്നും ഒരിടമുണ്ടായിട്ടില്ല. 1922കളിലാണ് ബിദ്അത്തിന്റെ അപശബ്ദം കേരളത്തിലേക്ക് കടന്നു വരുന്നത്.
മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജിയുടെ ദർസിൽ ഓതിയിരുന്ന ഒരു ദർസിൽ ഒരു മഹാനായ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ ദർസ്, അതൊരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അതിലേറ്റവും ബുദ്ധിയും കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ, അവരെ കഴിവുള്ള ഉസ്താദുമാർ ഫിഖ്ഹിലേക്ക് അവരെ കൈപിടിച്ച് നടത്തും. കാരണം പരിശുദ്ധ ഇസ്ലാം അത് പിടിച്ചു നിർത്തേണ്ടത് പരിശുദ്ധമായ ഫിഖ്ഹിലൂടെയാണ്, കർമ്മശാസ്ത്രത്തിലൂടെയാണ്. അതിനനുസരിച്ച് ഓരോരുത്തരുടെയും ബുദ്ധിയുടെ തോതനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ പഠന നിലവാരം പുലർത്തി വരുന്നതിൽ ഏറ്റവും ബാക്ക്വേർഡ് വിദ്യാർത്ഥികളായ കുറച്ച് മൗലവിമാരെ, പിന്നീട് മൗലവിമാരെന്ന് കേരളം വിളിച്ചു പറഞ്ഞ കുറച്ച് ആളുകളെ കൂട്ടി ചാലിലകത്തിൻ്റെ അതിശീഘ്ര ബുദ്ധി, കാലിക ബുദ്ധി, ഏറ്റവും നവനവങ്ങളായ ബുദ്ധിപരമായ കാര്യങ്ങൾ കേരളത്തിന് കാഴ്ചവെച്ച മഹാനായ ചാലിലകത്ത് മദ്രസ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയായിരുന്നു. മദ്രസ, താഴെ തട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാൻ പുതിയൊരു രൂപം. അതിന് തൻ്റെ ദർസിലെ ഒന്നും തിരിയാത്ത ബാക്ക്വേർഡ് വിദ്യാർത്ഥികളെ, MCC മൗലവിമാർ എന്നൊക്കെ പിന്നീട് അവരെ കേരളം വിളിച്ചു, അവരൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. അങ്ങനെയാണല്ലോ ഒരു ദർസിൽ ഇപ്പോഴും പള്ളി ദർസിൽ പഠിക്കുന്ന ഒന്നിനും കഴിയാത്ത കുട്ടികളൊക്കെ മദ്രസ മൗലവിയും കൂടിയാക്കൂ അല്ലേ? മദ്രസ മൗലവികൾ അങ്ങനെയാണെന്നല്ല പറയണത്, മറിച്ച് നന്നായി കിതാബ് തിരിയുന്ന തഹക്കീക്കായി പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ കയറ്റൂല. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഒരു ചൊല്ല് സാധാരണ ഉസ്താദുമാർക്ക് പറയുന്ന, മദ്രസയിൽ കയറിയാൽ മാദ്രസ, പിന്നെ ദർസ് ഉണ്ടാവില്ല. എന്നാൽ ദർസൊന്നും ഇല്ലാത്ത ആദ്യം തന്നെ മാദ്രസയായവനെ മദ്രസയെ കയറ്റുകയും ചെയ്യും. അങ്ങനെ കുറച്ച് മൗലവിമാരെ കൊണ്ട് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന ഒരു മഹാമനീഷിയുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് മദ്രസ എന്ന് പറയുന്നത്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായ പാഠ്യപദ്ധതിയോടുകൂടി കേരളത്തിൻ്റെ എന്നല്ല മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ ഇതിൻ്റെ സന്ദേശം എത്തിച്ച ഒരു കൊടക്കീടിലുള്ള ഒരു വലിയ പ്രസ്ഥാനമാക്കി കൊണ്ടുവന്നത് പിന്നീട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയും അതിൻ്റെ വിദ്യാഭ്യാസ ബോർഡുമാണ്. ഇന്ന് ലോകത്ത് തന്നെ ഒരു വലിയ ശക്തിയാണ് മദ്രസ പ്രസ്ഥാനം. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. എന്തൊരു സംഭവമാണ്! വയനാട്ടിലൊക്കെ പോയാൽ ജനുവരി മാസം ഇവിടെയൊക്കെ നല്ല തണുപ്പ്, ഇതിൻ്റെ 4 ഇരട്ടി തണുപ്പ് വയനാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാത്രി വയല് പറഞ്ഞപ്പോൾ 10 മണിയാകുമ്പോൾ തന്നെ ഇങ്ങനെ വിറക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്കും പ്രസംഗങ്ങൾക്കും ആൾക്കെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും തണുപ്പാണ്. എങ്ങനെയൊക്കെയോ വയല് നിർത്തി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ അവർ പറയും, ഉസ്താദെ രാവിലത്തെ തണുപ്പ് എങ്ങനെയാ? 6:15 മദ്രസ തുറക്കും. ഈ 6:15 ഒരു കുട്ടി മദ്രസയിൽ വരണമെങ്കിൽ എത്ര നേരത്തെ എഴുന്നേൽക്കണം? മരം കോച്ചുന്ന തണുപ്പിൽ നീലഗിരിയിലും വയനാട്ടിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഈ തണുപ്പുള്ള പ്രഭാതത്തിൽ കുട്ടികളെ മദ്രസയിലേക്ക് കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കുന്ന ഈ സിസ്റ്റം കേരളത്തിൻ്റെ ഗ്രാമാന്തരം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സിസ്റ്റമായി കേരളത്തിൽ അവതരിപ്പിച്ച് മുസൽമാന്റെ മനസ്സിൽ പിടിച്ചു നിർത്തിയത്, അവരുടെ മനസ്സിൽ കല്ലുപോലെ കൊത്തിപ്പിടിപ്പിച്ചത് നമ്മുടെ സമസ്തയുടെ നേതാക്കളുടെ ഏറ്റവും അതിശക്തമായ പ്രവർത്തനം കൊണ്ടാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ നാളെ 6:15 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആൾ വരും? നമ്മൾ വരുമോ? കുട്ടികൾ പറ്റി നമ്മളിങ്ങ് വരുമോ? നമ്മൾ എണീക്കൂല. ക്ലാസ് എടുക്കേണ്ട ഉസ്താദ് തന്നെ എണീച്ചിട്ടുണ്ടാവില്ല. എന്നാൽ 6:15 കുട്ടികൾ എത്തുകയാണ്. വന്നിട്ടില്ലെങ്കിൽ ഉസ്താദ് പുറത്ത് നിർത്തുകയാണ്, നിഷ്കരണം പുറത്ത് നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ബഹുമാനപ്പെട്ട മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദാജി മഹാനർ തുടങ്ങിയിട്ടതാണ്, തൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ്. ഒരുപാട് കാലികമായ പലതും ഈ കൈരളിക്ക് സമർപ്പിച്ച വലിയ മഹാനാണ്. അല്ലാമ ഖുത്ബിയാണ് തൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാൾ. ആ ഖുത്ബിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ MCCമാരൊക്കെ കഥയെന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ ഖുത്ബി കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാറും ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാരും ഒരുപോലെ ഖുത്ബിയുടെ അടുത്ത് ഒരുപോലെ ഇരുന്ന് ഓതി പഠിച്ചവരാണ്. ബഹുമാനപ്പെട്ട കൈപ്പറ്റയുടെ ഒരു വാചകം നമ്മുടെ സുന്നി അഫ്കാറിലൊക്കെ പലപ്പോഴും ആവർത്തിച്ച് വന്നതാണ്. ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, ഖുത്ബിൻ്റെ അടുത്ത് ഞങ്ങൾ ഓതുന്ന സമയത്ത് മഹാനായ ഖുത്ബി ദർസ് നടത്തുമ്പോൾ സദഖത്തുൽ ഉസ്താദും മഹാനായ കണ്ണിയത്ത് ഉസ്താദിനും ഖുത്ബി എന്താണ് ചാലിലകത്തല്ല മാറിയല്ലേ അല്ലാമ ഖുത്ബിൻ്റെ അടുത്ത് ഓതുന്ന സമയത്ത് അവരെന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ ബൈഹാട്ടാകുമായിരുന്നു എന്നാണ് മഹാനായ ഖുത്ബി പറയുന്നത്. അങ്ങനെ തന്നെ ബൈഹാട്ടാകുമായിരുന്നു. അവരെ ഹിഫ്ള്, ഇവിടെ നേരത്തെ ഒരു ഹിഫ്ളിൻ്റെ സംഭവം ബഹുമാനപ്പെട്ട ഒളവട്ടൂർ ഉസ്താദ് അവർ സൂചിപ്പിച്ചു. വലിയ ഹിഫ്ളുള്ള തൗഫീഖുള്ള വലിയ ആലിമീങ്ങളായിരുന്നു. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഏത് വേദിയിൽ ആര് എന്ത് പ്രസംഗങ്ങൾ നടത്തുകയാണെങ്കിൽ നമ്മുടെ മതരംഗത്തുള്ള വിശേഷിച്ച് സമസ്തയുടെ വേദികളിൽ ശംസുലമനെ പറ്റി പറയാതെ ഒരു വാക്ക് പറയാതെ പ്രസംഗം അവസാനിക്കലില്ല. അത് മുഅ്മിനീങ്ങളുടെ നാവിലും ചുണ്ടിലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. വൽആലിമൂന ഫഇൻ മാതു ഫഅഹ്യാഉ, അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനായ ചാലിലകത്ത് നിർവഹിച്ചു വന്ന ആ മദ്രസ പോലുള്ള ഒരുപാട് പുതിയ സിസ്റ്റങ്ങൾ കൈരളിക്ക് സമർപ്പിച്ചത് മനോഹരമായി അവതരിപ്പിച്ച സമസ്തയാണ്. 1922
വഹാബി പ്രസ്ഥാനം കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ അന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ നൂതന ആശയങ്ങൾ പഴയതിന് തള്ളിപ്പറയുകയും നിലവിലുള്ള ആദർശ രംഗത്തെ ശിർക്കും ബിദ്അത്തുമായി അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ആലിമീങ്ങൾ സംഘടിച്ച് പ്രവർത്തിച്ച് ഇവരെ പ്രതിരോധിക്കേണ്ട അനിവാര്യത മനസ്സിലാക്കുകയായിരുന്നു അന്നത്തെ ആലിമീങ്ങൾ. സംഘടന ഇന്ന് ഏറ്റവും കൂടുതൽ സമൂഹം തിരിച്ചറിഞ്ഞ് വർദ്ധിച്ചു വന്നൊരു പ്രസ്ഥാനമാണ് സംഘടന. എല്ലാവർക്കും സംഘടനയാണ്. സംഘടിച്ച് കാര്യങ്ങൾ നേടുകയാണ്, സംഘടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് സയദി പ്രസംഗിച്ചു. നമ്മളെ മറുകണ്ഠത്തിലുള്ള ആളുകൾ, AP വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരുപാട് സംഘടനകളാണ് അവർ. SSF SYS ഒന്നുമല്ല, നൗഷാദ് അഹ്സന് സംഘടന, പൊന്മള വേറെ ഗ്രൂപ്പ്. അവരൊക്കെ അവരെ ഉള്ളിൽ നിന്ന് അവരെ ആദർശം നേടുകയാണ്. ഞാൻ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ഒരു ഉസ്താദും കുറച്ച് ശിഷ്യന്മാരും, ഒരു ഉസ്താദും കുറച്ച് ശിഷ്യന്മാരും അവരിങ്ങനെ മത്സരിക്കുകയാണ്. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് അപകടങ്ങൾ, ഒരുപാട് ദുസ്സൂചനകൾ. അതിനൊക്കെ കാരണം ഉസ്താദുമാരെ ഗുരുത്തക്കേടാണ്. മഹാനായ കണ്യത്ത് ഉസ്താദിനെയും ശംസുലമയും വേദി കെട്ടി ചീത്ത പറഞ്ഞ ആളുകൾ അവരെ ശിഷ്യന്മാരുമായി അവരിങ്ങനെ ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്ന്. ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ നാട്ടിൻ്റെ അടുത്ത് കണ്ണൂർ ജില്ലയിലെ മെരുവമ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഖതീബ്, ഒരു മുദരിസ്, പ്രഗത്ഭനായ ഒരു മുദരിസാണ്, ഒരുപാട് ശിഷ്യങ്ങളൊക്കെ ഉള്ള ഒരു മുദരിസാണ്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, ഗ്രൂപ്പിനെതിരെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അയാൾ AP വിഭാഗത്തിൽ നിന്ന് വിട്ട് ഇപ്പോൾ അജ്മാലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ശിഷ്യന്മാരൊക്കെ വിട്ട് ശിഷ്യന്മാർക്ക് സംസ്ഥയിലേക്ക് വന്നു. ഉസ്താദ് അജ്മാലിലെ ജോലിയിലാണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കും. മൂപ്പരിങ്ങനെ പ്രസംഗിക്കുകയാണ് ഗ്രൂപ്പിനെതിരെ, മതരംഗത്ത് നമ്മൾ സമൂഹത്തിൽ നാടുകളിലുണ്ടാകുന്ന ഗ്രൂപ്പിനെതിരെ. ഒരു നാട്ടിൽ ഇത് പ്രസംഗിച്ചാൽ സമസ്തക്കാർക്കില്ലൊരു വിഷമമില്ല. കാരണം നമ്മൾ ഗ്രൂപ്പിൻ്റെ ആളല്ല, നമ്മൾ സമസ്ത എന്ന് പറയുന്നൊരു ഗ്രൂപ്പല്ല. ഇസ്ലാമിൻ്റെ തനിനിറം, ഇസ്ലാമിൻ്റെ തനിരൂപമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ജില്ലാ SSFന്റെ സെക്രട്ടറി ഒരു സഖാഫിയാണ്. അദ്ദേഹത്തിന് പ്രശ്നമായത്. അദ്ദേഹം എണീച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഉസ്താദിനെതിരല്ലേ ഈ പറയണത് എന്ന് ചോദിച്ചു. ഒരു സഖാഫി, പേര് പറഞ്ഞ് സദസ് നജസാക്കണ്ടല്ലോ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഉസ്താദിനെതിരല്ലേ ഈ പറയുന്നത്? ഗ്രൂപ്പിനെതിരെ പ്രസംഗിക്കുമ്പോൾ ചോദിക്കുക, നിങ്ങൾ ഉസ്താദിനെതിരല്ലേ ഈ പറയുന്നത്? സഖാഫിയോടാ ചോദിക്കും. പ്രസംഗിക്കുന്ന ആൾ സഖാഫി, കേട്ട് നിൽക്കുന്ന ആൾ വേറെ സഖാഫി. അദ്ദേഹം പറഞ്ഞു, അല്ല, എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചെന്നാണ് ഞാൻ പറയുന്നത്. കണ്യത്ത് ഉസ്താദിൻ്റെയും ശംസുലമൻ്റെയും മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഈ രീതിയിൽ വളരെ കൃത്യമാണത്. ഈ ഒരു മലീമസമായ കേരളീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തത് ഈ ഒരു വിനാശത്തിൽ നിന്നാണ്. അതിൻ്റെ ഉത്ഭവം ഇതാണ്. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. അത് അപകടകരമാണ്. ആരാണെങ്കിലും തൻ്റെ പഠിപ്പിച്ച ഉസ്താദിനെ മസ്അലയിൽ ഒരു പക്ഷേ വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അത് നമ്മൾ ഇമാമിങ്ങൾ ചെയ്തതാണ്. അതിൻ്റെ മര്യാദയും മതവും നിലനിർത്തിക്കൊണ്ട് മസ്അലയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കാം. അത് ആലിമീങ്ങളുടെ ഇടയിൽ വേണ്ടതാണ്. നേരെ മറിച്ച് വേദി കെട്ടി ഉസ്താദുമാരെ വള്ളി ടൗസറിന്റെ ഉള്ളിലുള്ളത് വിളിച്ചു പറയുന്ന ഒരു വൃത്തികേട് നമ്മുടെ കൈരളിക്ക് സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ എത്ര വൃത്തികെട്ടതാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇതിനൊക്കെ കാരണം? എവിടെ നിന്നാണ് തുടങ്ങിയത്? ആരാണ് ഈ തുടങ്ങിയ ഈ മനുഷ്യൻ? ആരായിരിക്കും? ആദ്യമായി ഹസദ് തുടങ്ങിയത്, അസൂയ തുടങ്ങിയത്, കൊലപാതകം തുടങ്ങിയ ആളുകളൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ കേരളീയ അന്തരീക്ഷത്തിൽ ഉസ്താദുമാരെ സ്റ്റേജ് കെട്ടി ചീത്ത പറയുന്ന ഈ വൃത്തികെട്ട ആഭാസം തുടങ്ങി വെച്ചത് ആരാണ്? അവരിങ്ങനെ അനുഭവിക്കുകയാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഭ്രാന്തിൻ്റെ അനുഭവം നേരിടുകയെന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് 1922കളിൽ കേരളത്തിൽ പുതിയ ചില മതശബ്ദങ്ങൾ, മതരംഗത്ത് പുതിയ ചില ശബ്ദങ്ങൾ, നമ്മുടെ പൂർവസൂരികളായ ഇമാമുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ചില ശബ്ദങ്ങൾ, ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും പേരിൽ പുതിയ ചില നിർവചനങ്ങളും ചില മുശ്രിക്കാക്കലുകളും മറ്റുകളും നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നു. 2 ദിവസങ്ങളിലായി വാട്സപ്പിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയുണ്ട്. എല്ലാ വാട്സപ്പിലും ഉണ്ടാവും ഇല്ലേ? ഹുസൈൻ സലഫിൻ്റെ പ്രസംഗം. ഹുസൈൻ സലഫി വന്ന് മുജാഹിദിനെതിരെ പ്രസംഗിക്കുകയാണ്. ആരെയും മുശ്രിക്കാക്കാൻ പാടില്ല, ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ എത്ര പ്രമേയം നടത്തി അവസാനിപ്പിച്ചതാ മുമ്പ്? ഹുസൈൻ സലഫി ഇപ്പം പറയുന്നത് അൽഹംദുലില്ലാ ഒക്കെ നമ്മൾ വേദി കെട്ടിക്കൊടുക്കണം. SKSFന്റെ വേദി കൊണ്ടുവന്നിട്ട് അയാളെ പറയിപ്പിക്കണം, ഇത് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കണം. നിങ്ങൾ തന്നെ പറയേ. കോഴിക്കോട് KNMന്റെ സമ്മേളനം വെച്ചു. കഴിഞ്ഞ സമ്മേളനം വെച്ചപ്പോൾ ഹുസൈൻ സലഫി ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് KNMമാർക്ക് തിരിഞ്ഞിട്ടില്ല. കാരണം ആരാണ് ഏതാണ് ഗ്രൂപ്പ് എന്ന് തിരിച്ചറിഞ്ഞ് വരാത്ത രീതിയിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഞാൻ സാധാരണ പറയുന്നൊരു ഭാഷയുണ്ട്. ഓബ്ദുള്ള മുമ്പ് തേജസ്സിൽ ലേഖനം എഴുതിയിരുന്നു. കോൺഗ്രസ് ഒരുപാട് ഗ്രൂപ്പായ സമയത്ത് കരുണാകരൻ വേറെ, പത്മജ വേറെ, മുരളി വേറെ, ആന്റണി വേറെ, അങ്ങനെ എല്ലാവരും ഓരോ ഗ്രൂപ്പായ സമയത്ത് ഓബ്ദുള്ള അന്ന് തേജസ്സിൽ ലേഖനം എഴുതിയിരുന്നു. അയ്യോ, എന്നെ കോൺഗ്രസ് എന്ന് വിളിക്കല്ലേ, നാണക്കേടാണ്. കാരണം ഏതാ ഗ്രൂപ്പ് നടത്ത ചോദ്യം വരും.
കൃത്യമായി പറഞ്ഞാൽ മുജാഹിദും അതേ അവസ്ഥയാണ്. അയ്യോ എന്നെ മുജാഹിദ് എന്ന് വിളിക്കല്ലേ എന്നാണ്. ഏതാ ഗ്രൂപ്പ് നടത്ത ചോദ്യം വരും. ജിന്നൂരി, ഇൻസൂരി, മടവൂരി, കുബൂരി, അങ്ങനെ കുറെ ഊരികളുണ്ട്. ഇതൊന്നും നമ്മൾ വിളിച്ചതല്ല, അവർ പരസ്പരം വിളിക്കുകയാണ്. KNM സമ്മേളനത്തിന് ഹുസൈൻ സലഫിയെ പ്രഭാഷണത്തിന് കൊണ്ടുവന്നു. ഭയങ്കര തടിച്ചുകൂടിയ ആളുകൾ. ഹുസൈൻ സലഫിന്റെ പ്രസംഗം പോയി കുറച്ചും കഴിയുമ്പോൾ യാ ഇബാദല്ലാഹ് ഈനൂനിലേക്ക് കടന്നു വന്നു തുടങ്ങി. ആളുകൾ അങ്ങനെ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അവസാനം ഹുസൈൻ സലഫിന്റെ മെയ്ക്ക് ഓഫ് ആക്കി. അദ്ദേഹം ഇറങ്ങിപ്പോകും, അദ്ദേഹത്തിന് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു മുജാഹിദിന്റെ KNM വേദിയിൽ വെച്ച്. ഇപ്പോ പഴയ കാലത്തൊക്കെ ഒന്ന് ഖത്തറിൽ പോയി വന്ന, സൗദിയിലൊക്കെ പോയി വന്ന ആൾ മാറിയിട്ടുണ്ടാവും. താടി കുറച്ച് നീണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ പാൻറ് കുറച്ച് പൊന്നിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ തന്നെ ഉണ്ട്, താടിയൊന്നും വലുങ്ങനെ നീളുന്നില്ല. ഒരാളും മുജാഹിദിലേക്ക് കടന്നു പോകുന്നില്ല, ഒരാളും പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ യുഗം ഇവിടെ അവസാനിക്കുകയാണ്. അവർ പറയുകയാണ്, നമ്മൾ പറയേണ്ടത് അവർ പറയുകയാണ്. ഹുസൈൻ സലഫിന്റെ ഈ അടുത്ത് നടന്ന പ്രഭാഷണത്തിന്റെ രണ്ടാമത്തെ വിഷയം മന്ത്രമാണ്, റുഖിയ ശറയ്യ. അതിനെ നിങ്ങൾ പരിഹസിക്കുകയാണോ എന്ന് KNMമാരോട് ചോദിക്കുകയാണ്. മന്ത്രത്തെ പരിഹസിക്കുകയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എടത്തനാട്ടുകരയിലാണ് മുജാഹിദുകൾ ആദ്യമായി മന്ത്രസമ്മേളനം നടത്തിയത്. മന്ത്രസമ്മേളനം ഹാരിസ് ഇബ്നു സലീമാണ് 2 മണിക്കൂർ നീണ്ടുനിന്ന മന്ത്രസമ്മേളനത്തിന്റെ പ്രഭാഷണം നടത്തിയത്. ആമുഖം 45 മിനിറ്റാണ്, 1.25 മണിക്കൂർ വിഷയാവതരണം, 2 മണിക്കൂറിൽ ആമുഖം. എന്താ ആമുഖം? ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഹദീസ് കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ എതിർക്കരുത് എന്നാണ് ആമുഖം. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ അത്ഭുതപ്പെടുത്തും. നിങ്ങൾ കഴിഞ്ഞ 8 പതിറ്റാണ്ട് കാലം കേട്ടതിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പറയുക. നിങ്ങൾ എതിർക്കരുത്, കാരണം ഞാൻ ഹദീസോടെയാ പറയാ. എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ വിഷയം മന്ത്രമാണ്. ഇങ്ങനെ ഈ രീതിയിൽ 1922 തുടങ്ങിയ ആദർശം, 22 പുതുതായി കൊണ്ടുവന്ന ആ ആദർശം, അതിന് മാറ്റം വരുന്നതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇന്റർനെറ്റിന്റെ വ്യാപകമാണ് അതിനൊരു കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റർനെറ്റ് വ്യാപിച്ചു, പഠനങ്ങൾ പുരോഗമിച്ചു. കേരളത്തിലെ മുറിമൂലവിമാരൊക്കെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ സൗദി സലഫികളെ പഠനങ്ങൾക്ക് അവർക്ക് കിട്ടി. സക്കരിയ സലാഹിയെ പോലുള്ള കുറച്ച് വായിക്കുന്ന ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അവർ സൗദി സലഫിസത്തിലേക്ക് മാറി മാറി വന്നു. കേരള സലഫിസം അവസാനിക്കുകയും സൗദി സലഫിസം മുന്നേറുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഇമാമിന്റെ കോലുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളാൻ ഇത്തിരി ഭയമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 1900 ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹ്. തങ്ങൾ വന്ന ഉടനെയാണ്, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇതെല്ലാം ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രസംഗം തുടരുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള ശേഷിയും ക്ഷേമിഷിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പാണക്കാട് സാദാത്യങ്ങൾ അവർ എന്നെന്നും ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് തങ്ങളെപ്പോലെ, ഉമർ ശിഹാബ് തങ്ങളെപ്പോലെ മഹാന്മാരായ നമ്മുടെ നേതാക്കൾ അവർ എന്നെന്നും നമ്മുടെ ആദർശത്തിൻ്റെ സുഭദ്രതക്ക് അതിവിടെ പിടിച്ചു നിർത്താനുള്ള നമ്മുടെ മുന്നേറ്റത്തിന് എന്നെന്നും നേതൃത്വം വഹിച്ച മഹാന്മാരാണ്. അള്ളാഹു ആ ഒരു കുടുംബത്തിന് എന്നെന്നും നമ്മുടെ നേതൃത്വ നിരയിൽ നിലകൊണ്ട് നമ്മളെ നയിക്കാനുള്ള ത്രാണിയും ശക്തിയും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോൾ 1922 കേരളത്തിൽ ഇസ്ലാമിക ആദർശ രംഗത്ത് അപശബ്ദങ്ങൾ കേട്ടത്. അതിങ്ങനെ ഒറ്റയും തെറ്റയുമായി വളർന്ന് പന്തലിച്ച് വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കണം. ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരും, ഒരു മുദരിസും വിദ്യാർത്ഥികളും ഒരു ദർസും ഒരു പള്ളിയും ഒരു പ്രഭാഷകനും പ്രതിരോധിക്കുന്നതിന് പകരം സംഘടിച്ച് പ്രതിരോധിക്കണമെന്ന് 90 വർഷങ്ങൾക്ക് മുമ്പ് ഇത് സംഘടിച്ച് പ്രതിരോധിക്കുന്നതിൻ്റെ അനിവാര്യത ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ മനസ്സിലാക്കുകയും മഹാനായ വരക്കൽ ബാലവീൻ മുല്ലക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് പഴയ ജുമുഅത്ത് പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് സമസ്ത എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കുകയാണ്. സമസ്തയുടെ നിർവഹിച്ച ഒരുപാട് അത്യുന്നതമായ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ 2-3 എണ്ണത്തിൽ ഒന്നാണ് നമ്മുടെ ആദർശം, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. എന്താ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ? ഉച്ചക്ക് മുമ്പ് നമ്മളെ മാലയാണ് അവതരിപ്പിച്ചത്. മുഹീദ്ദീൻ മാല പോലുള്ള ഒരുപാട് മാലകൾ, അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളുടെ മദ്ഹുകൾ, മഹാന്മാരെ ബഹുമാനിക്കൽ, അവരെ ആദരിക്കൽ, അങ്ങനെ
അവരുടെ വഫാത്തിന് ശേഷവും അവരുടെ ജീവിതകാലത്തും അവരോട് കാണിക്കുന്ന ആദരവുകൾ, അതുപോലെ ഒരു ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം, അതൊക്കെയാണല്ലോ ഷെയ്ഖ് ജീലാനിയുടെ ജീവിതത്തിലും ദർശനത്തിനും പഠനത്തിനും ഒക്കെ നിലകൊള്ളുന്നത്. അതൊക്കെ ഇവിടെ പഴയതുപോലെ തന്നെ നിലനിർത്തണം. അതിനൊക്കെയായിരുന്നു, തസൗഫിനെയായിരുന്നു യഥാർത്ഥത്തിൽ വഹാബികൾ ചോദ്യം ചെയ്തത്. സൂഫി സലഫി എന്നാണ്. വഹാബികൾ സലഫികൾ എന്നറിയപ്പെടുമ്പോൾ സലഫി വിരുദ്ധരായ ആളുകളെ സൂഫികൾ എന്നാരാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ വിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം തസവുഫാണ്. തസവുഫ്, ഷെയ്ഖും തരീഖത്തും അതുപോലുള്ള തുടങ്ങിയ വിഷയങ്ങൾ, അതിനൊക്കെ ഇവിടെ വിമർശിക്കുകയാണ്. ഈ അടുത്ത് നമ്മളൊക്കെ നമ്മുടെ വാട്സപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ആദർശവും പ്രചരിപ്പിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡ ഒരു മീഡിയ ആണല്ലോ സോഷ്യൽ മീഡിയകൾ. വാട്സപ്പിൽ ഒരു പ്രസംഗം പ്രചരിക്കുകയാണ്. ഇന്നലെയാണ് ഞാൻ കേട്ടത്. നിങ്ങളൊക്കെ നേരത്തെ കേട്ട് കാണും, കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. കാരണം ആ വിഷയത്തിൽ കുറേ ബാക്ക്വേർഡാണ് ഞാൻ. ഒരു പ്രഭാഷകൻ, കേരളത്തിലെ വലിയൊരു പ്രഭാഷകൻ പറയാണ്, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ തൊട്ടൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന തസൗഫിൽ ഒരു വാചകമുണ്ട്, ഒരു മനുഷ്യന് ഒരു ഷെയ്ഖ് വേണം, അല്ലാതെ സുലൂക്കിൽ പ്രവേശിച്ചാൽ അവന് ശൈത്താൻ പിന്തുടരുമെന്ന് പറയുന്ന ഒരു വാചകമുണ്ട്. മല്ലാലഹു ഷെയ്ഖുൻ ഫഇന്ന ശൈഖഹു ഹുവ ശൈത്താൻ. സുലൂക്കിൽ പ്രവേശിച്ച ഒരുത്തനിക്ക് ഒരു ഷെയ്ഖ് വേണം എന്ന് പറയുന്ന ആ വാചകം അത് കള്ളനിർമ്മാണമാണ് എന്ന് പരസ്യമായി നമ്മുടെ വേദിയിൽ വെച്ച് പ്രസംഗിക്കുകയാണ്. നമ്മളതിന് വേണേൽ കുറച്ച് കഴിഞ്ഞാൽ കൈയടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിച്ചെടുത്ത പരിശുദ്ധ ദീനിന്റെ ആദർശമുണ്ട്. അൽഹംദുലില്ലാ, പലരാലും അതിന് വിമർശിക്കപ്പെടുകയും ചില അപൂർവ നിമിഷങ്ങളിൽ അതിന് ചെറിയൊരു തളർച്ച വന്നിട്ടുണ്ടോ എന്ന് തോന്നിക്കുന്ന നിമിഷം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അള്ളാഹു അതിന് സമാധാനം തന്നിട്ടുണ്ട്. ഓർമ്മിക്കുകയാണ്, ഒരു 10-15 വർഷം മുമ്പൊക്കെ ചങ്ങലംകുളത്തും എറണാകുളത്തൊക്കെ മുജാഹിദുകൾ സമ്മേളനം വെക്കുന്നതിന് തൊട്ടു മുമ്പ് അടിച്ചവർ കയറുകയായിരുന്നു. ഗ്രാമാന്തരം അവർ വർദ്ധിച്ചു വന്ന് പള്ളികളും മദ്രസകളും പിടിച്ചെടുത്ത് അവർ മുന്നേറി കേരളം പിടിച്ചെടുക്കുമോ എന്ന അവസ്ഥയിൽ അവർ ശക്തമായി മുന്നേറുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഉടനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റിലൂടെ മുജാഹിദ് പാളയങ്ങളിലേക്ക് സൗദി അറേബ്യയിൽ നിന്ന് ജിന്ന് കയറി വരികയായിരുന്നു. ആ ജിന്ന് അവരെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഇനി അത് പിളർന്നുകൊണ്ടേയിരിക്കും, ഇനി അവസാനിക്കൂല. ഇനിയും പിളർച്ചകൾ ഈ സമീപകാലത്ത് തന്നെ വരും. ഒരു വേദിയിൽ പങ്കിട്ടൊരാൾ അടുത്ത അയാളുടെ വേദി ചിലപ്പോൾ ആ പ്രസ്ഥാനക്കാരായിരിക്കില്ല, മാറിയിട്ടുണ്ടാവും. എത്രയോ അനുഭവങ്ങളുണ്ട്. മംഗലാപുരം ഞങ്ങളോട് സംവാദത്തിന് കാരണമായ ഒരു മൗലവിയുണ്ട്. അയാൾ റഹ്മാനിയാണ്. ഏതോ തെക്കൻ ഭാഗത്ത് നിന്ന് റഹ്മാനി വിരുദ്ധ, നമ്മളെ കടമേരി കോളേജിലെ റഹ്മാനി അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിച്ചു കൊണ്ട. അയാൾ ഒരു പ്രസംഗം നടത്തി. അതിന് എൻ്റെ വന്ധ്യ സുഹൃത്ത് MT അബൂബക്കർ ദാരിമേന് മറുപടി പറഞ്ഞു. പിന്നെ അതൊരു സംവാദത്തിലേക്ക് എത്തി. സംവാദവേദിയിൽ അവസാനം വരെ ശ്രോതാവായി സ്റ്റേജിലിരുന്ന ആ മനുഷ്യൻ തൊട്ടടുത്ത ദിവസം തന്നെ ആ ഗ്രൂപ്പ് മാറി വേറെ ഒന്നിലേക്ക് ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ന്യായമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ സംവാദം അയാൾ 2 കാതും തുറന്ന് കേട്ടത് കൊണ്ട് വിഷയത്തിന്റെ പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് മറുകണ്ഠം ചാടിയതെന്ന്. ഇപ്പൊ അടുത്ത് വന്ന് നോക്കുമ്പോൾ അയാൾ ആ ഗ്രൂപ്പും വിട്ട് 3-ാം ഗ്രൂപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ കുറെ പോയാൽ ബഹുമാനപ്പെട്ട മർഹൂം അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിയുണ്ട്. അള്ളാഹു മഹാനരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാറ്റിലും കയറി രുചിയറിഞ്ഞ അവസാന സമസ്തയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഹിദായത്തായിരിക്കെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പിടിച്ചു നിർത്തിയ മറ്റൊരു കാര്യമുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ ഇൽമ്. നമ്മുടെ മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങളല്ല. ഇവിടെ ആംബുലൻസുകൾ ഉണ്ടാക്കലല്ല. അതിന് ഞാൻ എതിരായി പറയുന്നതല്ല, ഒരിക്കലും അങ്ങനെ എതിരല്ല. എന്തിനെതിരാകുന്നത്? പാവപ്പെട്ടവരെ സഹായിക്കുന്ന 10,000-കണക്കിന് ആളുകൾക്കാണ് ഒരു ദിവസം ഇവിടുന്ന് KMCCയും അതുപോലെ നമ്മുടെ പ്രവർത്തകരും ടിക്കറ്റ് എടുക്കാൻ നാട്ടിൽ പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു, രോഗികളെ പരിചരിക്കുന്നു, സഹായിക്കുന്നു, സഹകരിക്കുന്നു, എത്രയോ ആളുകൾക്ക് വീടെടുത്തു കൊടുക്കുന്നു. ഇതിനെതിരല്ല. ഇതൊക്കെ ഇവിടുത്തെ ഉമറാവ് നിർവഹിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഉലമാവ് നിർവഹിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പിടിച്ചു നിർത്തണം, ഇൽമ ഇവിടെ പിടിച്ചു നിർത്തണം. ദീൻ എന്നത് ഇൽമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ആ ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് അൽ ഫിഖ്ഹു, അള്ളാഹുവിന്റെ ദീനിനെ പിടിച്ചു നിർത്തുന്ന ഇൽമ്. അത് കർമ്മശാസ്ത്രമാണ്. ഫിഖ്ഹ് തിരിയുന്ന, ഫത്വ കൊടുക്കാൻ കഴിയുന്ന, ന്യായമായി കാര്യത്തിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്ന ആലിമീങ്ങൾ ഇവിടെ വേണം. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ അതിന് ഉദാഹരണങ്ങളായിരുന്നു. എന്ത് ചോദിച്ചാലും വളരെ 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 ആഴത്തിൽ പഠിച്ച് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി ഫത്വ ചെയ്യാൻ കഴിവുള്ള ആലിമീങ്ങൾ എക്കാലത്തും സമസ്തയിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇനിയുള്ളൊരവസ്ഥ എന്തായിരിക്കും? ഞാനൊരു ആത്മവിമർശനം നടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ഖൗം ഇവിടെ വരും, അവരിവിടെ നേതൃത്വം വഹിക്കും. അവരുടെ പ്രത്യേകത ലല്ലു ഫഅലല്ലു, അവർ പഴച്ചിട്ടുണ്ടാവും, അവർ പഴപ്പിക്കുകയും ചെയ്യും.
ചോദിക്കുന്നതിന് മുമ്പ് മറുപടി ആയിരിക്കും, ഇല്ലേ? മറുപടി പറയാൻ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താ ചോദ്യം? ചോദിച്ചോളൂ മറുപടി. ചോദിക്കാൻ കാത്തിരിക്കാൻ മറുപടിക്ക് വേണ്ടി ഫിഖ്ഹിന്റെ കിതാബുകൾ, ഷാഫിഈ മദ്ഹബിന്റെ ഉസൂലുകൾ, അതിന്റെ സ്വഭാവങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ന്യായോചിതമായി ഫത്വ ചെയ്യാൻ കഴിവുള്ള ആലിമീങ്ങൾ അതിവിടെ പിടിച്ചു നിർത്തൽ, അതിവിടെ സ്ഥാപിക്കൽ, അതിവിടെ ഉണ്ടാകൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകൽ ദീനിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതിവിടെ നിന്ന് നശിച്ചുപോയാൽ പരിശുദ്ധ ദീൻ ഇവിടുന്ന് ഇല്ലാതായി പോകും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എക്കാലത്തും ദർസുകൾക്ക് തത്തുല്യമായ സ്ഥാപനങ്ങൾക്ക് വളരെ ബഹുമാനം നൽകിയിരുന്നു. അതിന്റെ ബഹുമതി ഇവിടെ പറഞ്ഞിരുന്നു. എത്രത്തോളം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, മഹാനോടൊപ്പം സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ, മഹാനെ പറ്റി പറഞ്ഞു കേൾക്കാറുണ്ട്. നന്ദി ദാറുസലാമിൽ ബഹുമാനപ്പെട്ടവർ മുദരിസായ സമയത്ത് ലൈബ്രറി തുടങ്ങാൻ പോലും ആദ്യഘട്ടത്തിലൊന്നും അനുവദിച്ചിട്ടില്ല എന്ന്. അത്ര ആ സമയം കൂടി അവരുടെ വഖത്തുകൾ, മുതഅല്ലിമീങ്ങളുടെ സമയങ്ങൾ ഖിതാബിൽ മാത്രം ശുഗലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ശ്രമിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മഹാനായ ശംസുൽ ഉലമ വലിയ ബുദ്ധിരാക്ഷസനായിട്ട് പോലും തൻ്റെ പരന്ന മുത്താല, ആ മുത്താലയുടെ വലിപ്പം എത്രയാണ്? ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയിൽ മുതഅല്ലിമായ സമയത്ത് സ്റ്റഡി ലീവ് നൽകുമ്പോൾ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഞങ്ങളോട് ഒരു ഉപദേശ പ്രസംഗം നടത്തിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞൊരു സംഭവം ഞാനിങ്ങനെ ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അവിടെ മുദരിസായ സമയം അങ്ങേയറ്റത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു മൂലയിലാണ് ശംസുൽ ഉലമൻ്റെ റൂം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ വിദ്യാർത്ഥികളൊക്കെ 11 മണിക്കും 12 മണിക്കൊക്കെ കിതാബ് മുത്താല ഇതിങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഉറങ്ങുക, പരീക്ഷൻ്റെ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചും. 4 മണിക്ക് തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നവർ പിന്നെ ഉണ്ടാവും പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി. കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ശംസുൽ ഉലമ ചാരുകസാരയിലുണ്ടാകും. കുറേ കുട്ടികൾ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ പിന്നെ ശംസുൽ ഉലമ ചാരുകസാരയിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ നാമ ഔ ലമ്യനം ലാ അതിരി, അവർ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ആ രീതിയിൽ ഗഹനമായ മുത്താല, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം, അതും ബുദ്ധിയുള്ള പ്രാവീണ്യമുള്ള നല്ല കഴിവുള്ള മുതഅല്ലിമീങ്ങൾ അവർക്ക് ഓതി പഠിപ്പിച്ചു കൊടുത്തോണ്ടല്ലേ അവരെ തഖസ്സുസ് ചെയ്ത് അവരെ ഫിഖ്ഹിലും അതുപോലെ ഫത്വക്കൊക്കെ യോഗ്യരായ ആലിമീങ്ങളെ വാർത്തെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട സലീം ദാരിമി ഉസ്താദ് ചർല, ഞാൻ നേരത്തെ പരിചയമുള്ളൊരു ഉസ്താദാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഒരു കഥ എന്നോട് മക്കത്തുനിന്ന് പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഒരു വലിയ ദർസ് നടത്തിയ ആളാണ്. ദർസ് നിർത്തുന്നതിൻ്റെ കഥ രസകരമായി പറഞ്ഞിരുന്നു. എൻ്റെ ദർസിലെ ഏറ്റവും പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് SSLCയിൽ 3 വട്ടം തോറ്റ കുട്ടിയാണ്. ഞാൻ അതുകൊണ്ട് ആ ദർസ് നിർത്തിയത് എന്ന് ഞാൻ രസകരമായി അത് പറയാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ രീതിയിൽ ദർസുകളെ പുച്ഛിച്ച് തള്ളുകയാണ് ചില ആളുകൾ. വഹാബിസം നമ്മൾ ആളുകളിലൂടെ കടന്നു വരികയാണ്, ദർസിനെ പുച്ഛിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. അങ്ങനെ ആളുകളെ മനസ്സിൽ നിന്ന് അത് ചെറുതാക്കി കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? പരിശുദ്ധമായ പള്ളി ദർസിന്റെ പാരമ്പര്യം ഞാൻ ആദ്യമുഖമായി സൂചിപ്പിച്ചു. ഒരു പ്രഗത്ഭനായ മുദരിസിന്റെ കീഴിലുള്ള ദർസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു യൂണിവേഴ്സിറ്റിയാണ്. ദർസ് ഏകീകരണ ശബ്ദം ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ സമസ്ത ഒരു പ്രമേയം പാസാക്കി അതിനെ നിർത്തിവെച്ചിട്ടുണ്ട്. ദർസ് ഏകീകരണം പാടില്ല. വ്യത്യസ്തമായ ശൈലികളിൽ, വ്യത്യസ്തമായ ഉസ്താദുമാരുടെ വ്യത്യസ്തമായ വാസനകളിലുള്ള മുതഅല്ലിമീങ്ങളിൽ വ്യത്യസ്ത ശൈലികളിൽ ദർസപ്പെടുന്ന ഒരു വലിയ മഹാസംരംഭമാണ് ദർസ് എന്നത്. 10 പൈസ ചെലവില്ലാതെ മുദരിസിന് കൊടുക്കുന്ന ഏതാനും ചില്ലറ തുണ്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ 1 ഉറുപ്യ ചെലവില്ലാതെ നടത്തപ്പെടുന്ന ദർസുകളിൽ എത്ര തരത്തിലുള്ള വിദ്യാർത്ഥികൾ, ഏതൊക്കെ കഴിവ് പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, 1-ാം ദർസും 2-ാം ദർസും 3-ാം ദർസും ഗഹനമായ ചർച്ചകളും ഉസ്താദിന്റെ മുമ്പിലുള്ള കീറിമുറിച്ച സുആലാത്തും ജവാബാത്തും ഒക്കെ ഇവിടെ നിലനിർന്നത് കൊണ്ടാണ് പരിശുദ്ധ ദീനിന്റെ ഫിഖ്ഹ് ഇവിടെ നിലനിർന്നതെങ്കിൽ സമസ്ത ഇവിടെ നിലനിർത്തിയ ഒരു വലിയ സംഭവമാണത്. സമസ്ത നിലനിർത്തിയതാണ്. ഈ വിദ്യാഭ്യാസ ശൈലിയെ മാറ്റി നവശൈലികൾ കൊണ്ടുവന്നത് ആരാ? പുതിയതിനെ എതിർക്കുകയല്ല, മറിച്ച് പഴയതിൻ്റെ പ്രൗഢി നശിപ്പിക്കാത്ത പുതിയതിനെ നിലനിർത്തണം. ഇത് സലഫികൾ കൊണ്ടുവന്നു ഇവിടെ ഒരു പാഠ്യപദ്ധതി, അഫ്ദലുൽ ഉലമ. അതുകൊണ്ട് വലിയൊരു പണ്ഡിതനാകുമെന്നാണ് നനച്ചത്. മദ്രസ, മുഅല്ലിം, ഈ രീതിയിലുള്ള പഠന രീതി മാത്രം സലഫികൾ കൊണ്ടുവന്നപ്പോൾ തഹ്കീക്കുള്ള വിവരമുള്ള ആളുകൾ സമസ്തയിലാണെന്ന് അവർ പറയേണ്ടി വന്നു എന്ന് ഇവിടെ നേരത്തെ ഉദ്ധരിച്ചല്ലോ. തഹ്കീക്കുള്ളൊരു പഠനം അതുകൊണ്ട് സാധ്യമല്ല. ആ പഠന ശൈലി, പൂർവിക ശൈലി, മഹാന്മാർ നിലനിർത്തിയ ശൈലി, അത് നമുക്കിവിടെ നിലനിർത്തണം. സമസ്ത ഇവിടെ സ്ഥാപിച്ചെടുത്ത, ഇവിടെ പിടിച്ചു നിർത്തിയ ഒരു ഘടകമാണത്. അത് നശിച്ചു പോകുന്നത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ദീൻ ഇവിടുന്ന് നശിച്ചു പോകുന്നതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പഠിപ്പിച്ച, നമ്മളൊക്കെ എപ്പോഴും നാഴികക്ക് 400 വട്ടം പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പൂർവികരായ സമസ്തയുടെ ഉലമാഇന്റെ വറകൾ, സൂക്ഷ്മതകൾ. ഒരു വിഷയത്തിൽ മസ്അലയും വറയിനാണ്
എപ്പോഴും നമ്മുടെ ഉലമാ മുൻഗണന കൊടുക്കുക. ആ വറയിന് നമ്മുടെ നേതൃത്വത്തിലെങ്കിലും നമ്മളതിന് പിന്തുണ കൊടുത്ത് അത് സ്ഥാപിച്ച് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ ഇവിടെ നിലനിർത്തിയ ശൈലി, തസവുഫിന്റെ ശൈലി, ആ ശൈലി അതാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനെ തച്ചു തകർക്കുന്ന ഒരു ശബ്ദങ്ങളോ ഒരു പ്രവർത്തനങ്ങളോ നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. മാത്രവുമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ അവർകൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് പഴയ ജുമുഅത്ത് പള്ളിയിൽ 39 ആലിമീങ്ങളെ മുന്നിൽ നിർത്തി സ്ഥാപിച്ച ആ മഹത്തായ സംഘടന, അത് സ്ഥാപിക്കുമ്പോൾ വരക്കൽ തങ്ങൾ അവർകൾ ദുആ ചെയ്ത ദുആ ഖിയാമത്ത് നാൾ വരെ, ഇമാം മഹ്ദി വരുന്നത് വരെ ഈ പ്രസ്ഥാനത്തെ ഇവിടെ നിലനിർത്തണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ദുആ അത് നാൾക്ക് നാൾ അതിന്റെ ഫലം നമ്മളിങ്ങനെ വർദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമസ്ത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഒറ്റയും തെറ്റയും ഒക്കെ സമസ്തയിലേക്ക് അഭയം പ്രാപിക്കുകയാണ്. എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സമസ്തയിൽ നിന്ന് ഒരാളും കൊഴിഞ്ഞു പോയില്ല. ഇവിടുന്ന് എവിടത്തേക്ക് പോകാനാ? ഒരിടങ്ങ് സ്ഥലമുണ്ടോ? ഇനി എവിടെന്നെങ്കിലും വല്ല അപൂർവങ്ങളായ ഹതഭാഗ്യരായ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഈമാൻ അവർക്ക് അവശേഷിക്കും. അവരൊക്കെ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ യുഗത്തിൽ തന്നെ. ബഹുമാനപ്പെട്ട സമസ്ത അതിൻ്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്നത് ഏറ്റവും മികച്ചു നിൽക്കുന്ന അതിൻ്റെ നിറവിൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമസ്തയോടൊപ്പം അലിഞ്ഞു ചേർന്ന് അതിൻ്റെ പ്രവർത്തകരായി നിലകൊള്ളാൻ തൗഫീക്ക് തരട്ടെ. സമസ്തയുടെ സമ്മേളനം അല്ലാഹു വൻ വിജയമാക്കി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.